Realme അവരുടെ ഏറ്റവും പുതിയ സീരീസായ Realme Narzo സീരീസ് ഇറക്കിയിരിക്കുകയാണ്. അതിലൊരു ഫോണായ Realme Narzo 10A കുറിച്ച് അറിയേണ്ടതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും മോൺ ഫോൺസിൻ്റെ അടുത്ത വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു Realme Narzo 10 എന്ന് പറഞ്ഞത് Realme 6Aയുടെ ഒരു റീബ്രാൻഡാണ്. റീബ്രാൻഡല്ല, റീനെയിംഡ് ആണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ Narzo 10A എന്ന് പറഞ്ഞ ഫോണും. റിയൽമി കഴിഞ്ഞ മാസം Realme C3 എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ ഇന്ത്യയിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് തൊട്ട് പുറകെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഒരു Realme C3 എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫോണാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. രണ്ടും ഏകദേശം ഒരേപോലുള്ള ഒരു ഫോൺ തന്നെയാണ്, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ Realme C3 ആണ് ഇപ്പോൾ നമുക്ക് Narzo 10A എന്ന പേരിൽ ഇന്ത്യയിലോട്ട് ഇറങ്ങിയിരിക്കുന്നത്. Narzo 10ൽ നമുക്ക് ലഭിക്കുന്ന ഒരു 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ്. നമ്മൾ Narzo 10ൽ കണ്ട അതേ ഡിസ്പ്ലേയാണ് ഈ ഫോണിൽ ലഭിക്കുന്നത്. Realme C3 കണ്ട അതേ ഡിസ്പ്ലേ. ഇവരുടെ എല്ലാ ഫോണുകൾക്കും ഒരേ ഡിസ്പ്ലേ പാനലാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. എല്ലാ ഫോണെന്ന് പറഞ്ഞാൽ ആ ഒരു ബഡ്ജറ്റിലെ എല്ലാ ഫോണുകൾക്കും. ഇനി ഈ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്ന MediaTek Helio G70 എന്ന് പറഞ്ഞ പ്രൊസസ്സറാണ്. നമ്മൾ ഇതിനു മുമ്പ് Realme C3 കണ്ട അതേ പ്രൊസസ്സർ തന്നെ. Narzo 10യും ഒരൊറ്റ വേരിയൻറ്റിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഒരു 3GB RAM 32GB ഇൻ്റർണൽ സ്റ്റോറേജ് ഉള്ള വേരിയൻറ്റ്. ഇനി ക്യാമറയിലോട്ട് എടുക്കാം. ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ഈ ഫോൺ ലഭിക്കുന്നത്. 12 MP പ്രൈമറി ക്യാമറയാണ്. പിന്നെ ഒരു 2 MP മാക്രോ സെൻസറാണ് സെക്കൻഡറി ക്യാമറ ആയിട്ട്. ഒരു 2 MP പോർട്രേറ്റ് ലെൻസും ഉണ്ട്. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ ഒരു 5 MP സെൽഫി ക്യാമറ. ഇനി ബാറ്ററിയിലോട്ട് എടുക്കുകയാണെങ്കിൽ ഒരു 5000 mAh ബാറ്ററിയാണ് നമുക്ക് ഈ ഫോൺ ലഭിക്കുന്നത്. ഒരു 10 വാട്ടിൻ്റെ സാധാ ചാർജിങ് മാത്രമേ ഈ ഫോൺ നമുക്ക് ലഭിക്കുന്നുള്ളൂ. ഫാസ്റ്റ് ചാർജിങ് ഒന്നും അവൈലബിൾ ആയിട്ടില്ല. ഇനി നമുക്ക് വിലയിലോട്ട് എടുക്കാം. ഈ ഫോണിൻ്റെ വില എന്ന് പറഞ്ഞാൽ 8499 രൂപയാണ്. ഒരൊറ്റ വേരിയൻറ്റ് മാത്രമേ ഈ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. 10,000 രൂപയ്ക്കിടയിൽ ഒരു കിടിലം ഓപ്ഷൻ തന്നെയാണ് Realme Narzo 10. പക്ഷേ അതിന് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റിയൽമി ഇത്തവണ ഈ ഫോണിന് ഒരൊറ്റ വേരിയൻ്റ് കൊടുത്തിട്ടുള്ളൂ. Realme Narzo 10നും ഒരൊറ്റ വേരിയൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ Narzo 10Aയ്ക്കും ഒരൊറ്റ വേരിയൻറ്റ്, ഒരു 3GB RAM 32GB സ്റ്റോറേജിൽ വേരിയൻറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒരു 2020 ഇപ്പോൾ എടുക്കുന്ന എല്ലാവരും നോക്കുന്നത് ഒരു മിനിമം ഒരു 4GB RAM ഉള്ള ഒരു ഫോൺ തന്നെ ആയിരിക്കും ഈ ഒരു ബഡ്ജറ്റിൽ. അണ്ടർ 10,000 നോക്കുകയാണെങ്കിൽ ഒരു 64GB ഇൻ്റർണൽ സ്റ്റോറേജ്, ഒരു 4GB RAM, ഇതൊക്കെയാണ് നമ്മളെല്ലാവരും നോക്കുന്ന ഒരു കാര്യം. അത് റിയൽമി കൊടുക്കാതിരുന്ന് വലിയൊരു മണ്ടത്തരം തന്നെ. ഒരു 4GB RAM 64GB ഇൻ്റർണൽ സ്റ്റോറേജ് ഉള്ള വേരിയൻറ്റ് ഒരു 9499 അല്ലെങ്കിൽ 9999 രൂപയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കിടിലൻ ഓപ്ഷൻ തന്നെയായിരുന്നു. അതിനെ 10,000 രൂപയ്ക്ക് അടിയിൽ ഇപ്പോൾ ഉള്ള ഒരു മാർക്കറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഒരു കിടിലൻ ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ 3GB RAM 32GB ഇൻ്റർണൽ സ്റ്റോറേജ് കൊണ്ട് ജീവിക്കേണ്ടി വരും എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ ഈ ഫോൺ വെച്ച് നോക്കുകയാണെങ്കിൽ. ഇനി നമുക്ക് പറയേണ്ടത് Realme C3യുടെ കാര്യമാണ്. ഈ ഫോണുമായിട്ട് ക്ലോസ്ലി മാച്ച്ഡ് ആയിട്ടുള്ളൊരു ഫോണാണ് Realme C3. ഞാൻ ആദ്യം പറഞ്ഞു, ഇൻ്റർനാഷണൽ മാർക്കറ്റുകളിലെ Realme C3 എന്ന് പറഞ്ഞ ഫോണാണ് ഇവിടെ നമുക്ക് Narzo 10A ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഫോണും ഏകദേശം ഒരേപോലത്തെ ഒരു ഫോണാണ്. ആകപ്പാടെ 2 കാര്യങ്ങൾ മാത്രമേ വ്യത്യാസമുള്ളൂ. Narzo 10ൽ നമുക്കൊരു എക്സ്ട്രാ മാക്രോ ലെൻസ് കിട്ടുന്നുണ്ട്. പിന്നെ അതിലൊരു ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ കാര്യവും ഒരേപോലെ തന്നെ 2 ഫോണുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ പറയാനുള്ളത് Realme C3ക്ക് ഒരു 4GB RAM 64GB ഇൻ്റർണൽ സ്റ്റോറേജ് ഉള്ള വേരിയൻ്റ് ഉണ്ട്. അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 8499 രൂപയാണ്. ഈ പറഞ്ഞ നമ്മുടെ Narzo 10യുടെ സെയിം റേറ്റ്. അപ്പോൾ നിങ്ങൾ തന്നെ പറയും, നിങ്ങൾ ഏത് ഫോൺ ചൂസ് ചെയ്യും? Realme C3യുടെ 4GB RAM 64GB ഇൻ്റർണൽ സ്റ്റോറേജ് ഉള്ള വേരിയൻറ്റ് ചൂസ് ചെയ്യുമോ, അതോ Narzo 10Aയുടെ 3GB RAM 32GB ഇൻ്റർണൽ സ്റ്റോറേജ് ഉള്ള വേരിയൻറ്റ് ചൂസ് ചെയ്യും? ഇവിടെ പോൾ വരുന്നതായിരിക്കും, പോളിൽ ഉത്തരവ് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഈ Realme C3യുടെ വീഡിയോയുടെ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ ഒരു കിടിലൻ ഓപ്ഷൻ തന്നെയാണ് Realme ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത്. 10,000 രൂപയുടെ അടിയിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഫോണുകൾ ഒരെണ്ണം തന്നെയാണ് Realme C3. പക്ഷേ ഒരു 4GB RAM 64GB ഇൻ്റർണൽ സ്റ്റോറേജ് ഉള്ള വേരിയൻറ്റ് ഇന്ത്യയിൽ കൊണ്ടുവന്നില്ല എന്നുള്ളത് വലിയൊരു കോൺ തന്നെയാണ്. കാരണം ഇത് 2020 3GB RAM കൊണ്ടൊന്നും കാര്യങ്ങളൊന്നും നടക്കില്ല. അത് തന്നെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.